വഴിമുട്ടി നിൽക്കുന്നതിനേക്കാ വലിയൊരു സംഘർഷാവസ്ഥയിലൂടെ ചിലപ്പോ ചില മനുഷ്യരൊക്കെ കടന്നു പോകും അല്ലെ. അതായത് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു മനുഷ്യനോടും പറയാൻ സാധിക്കാതെ ഉള്ളിലിട്ട് ഒതുക്കി ഒരു മനുഷ്യൻ പോലും അവരുടെ ദുഃഖങ്ങള് പങ്കുവെക്കാനില്ലാത്ത ഒരു ഏകാന്തമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെ. അതിനാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യരാണ് പലപ്പോഴും ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകുന്നത് എന്ന് നമ്മൾ പറയാറുള്ളത് അല്ലെ. മാരകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഒരു മനുഷ്യൻ കേൾക്കാനില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ പോലും നമുക്കിന്ന് സമയമില്ലാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അല്ലെ. അത്തരത്തിലുള്ള മനുഷ്യൻ ഡിപ്രഷനായി അവര് ആരോടുമൊന്നും പറയാതെ പിന്നീട് അവരുടെ ആ ഒരു അവസ്ഥ അതൊരു ജീവിതത്തിന്റെ ഭാഗമാകുമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? അവര് പിന്നെ ആരോടും ഒന്നും തെളിയിക്കാൻ പോകില്ല. അവര് പിന്നെ ആരോടും ഒന്നും ബോധിപ്പിക്കാൻ പോവില്ല. മൗനമായി വളരെ സൈലന്റായി ആരോടും ഒന്നിലുമില്ലാതെ പതിയെ പതിയെ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ അങ്ങ് ജീവിച്ചു പോവുകയാ ചെയ്യുക അല്ലെ. ഒരു നാളിൽ ആരൊക്കെയോ ആയിരുന്ന മനുഷ്യർ ഇപ്പോ ഒന്നുമല്ലാത്ത രീതിയിലേക്ക് ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മരുന്നുകൾ കൊണ്ട് ചിലപ്പോ മനുഷ്യരുടെ ഡിപ്രഷൻ മാറാൻ കഴിയും എന്ന്? ഒരിക്കലുമില്ല. ആ മരുന്നിനേക്കാളൊക്കെ വലുത് ഒരാളെങ്കിലും അത്തരത്തിലുള്ള മനുഷ്യരോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മരുന്നിനും കൊടുക്കാൻ കഴിയാത്തത്ര അത്ര വലിയ സ്വാന്തനമായിരിക്കും അത്തരത്തിലുള്ള മനുഷ്യർക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ദൂരത്തെങ്ങും പോവണ്ട, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള ചില മനുഷ്യരോട് നല്ല രീതിയിൽ സംസാരിച്ചാൽ പല പ്രശ്നങ്ങളും ഒഴിവായി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സൈക്കോളജി എന്ന് പറയുന്നത് അല്ലെ.